Hello guys, welcome back to another review. സോ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വീരധീരസൂരൻ വിക്രത്തിൻ്റെ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള മൂവിയുടെ റിവ്യൂവിനെ കുറിച്ചാണ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ വലിയൊരു ക്രിട്ടിക്കും കാര്യങ്ങളായിട്ടുള്ളൊരു വ്യക്തിയല്ല. ഞാനൊരു സാധാരണ ഒരു സിനിമ ആസ്വാദകൻ മാത്രമാണ്. അപ്പോൾ സാധാരണക്കാരനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു റിവ്യൂ മാത്രം പ്രതീക്ഷിച്ചാൽ മതിയാവും. സോ ആദ്യം തന്നെ പറയട്ടെ, ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ലൊരു പ്രതീക്ഷയ്ക്കുള്ള വകുപ്പായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു കൈദി പോലുള്ള പടമായിരുന്നു. അതേപോലെ തന്നെ വിക്രമത്തിൻ്റെ തിരിച്ചുവരവ്, അതൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു ഞാനും പോയിരുന്നത്. പക്ഷേ എന്നിലെന്ന സിനിമ ആസ്വാദകന് ഇത് വളരെ നല്ലൊരു അനുഭവമായി തോന്നിയിട്ടില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഡയറക്ടറാണെങ്കിലും ഫെയിലായിപ്പോയി. അപ്പോൾ എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്തു. അതായത് ഒരു ബിൽഡപ്പ് വന്നിട്ടുണ്ട്, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്ത രീതി എനിക്ക് അധികം എന്തോ ഒരു എലവേഷൻ എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ അതെനിക്കൊരു ഫോളായിട്ട് ഇങ്ങനെ തോന്നിയെങ്കിലും ബാക്കി ഓക്കെയാണ്. ത്രില്ലർ മൂഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണിത്. സ്റ്റാർട്ടിങ് തന്നെ സ്ട്രൈറ്റ് കഥയിലോട്ടാണ് പോകുന്നത്, വേറെ പ്രത്യേകിച്ച് ലാഗൊന്നുമില്ല. അതിനുശേഷം സോങ് ഒക്കെ വന്ന ഹീറോയുടെ ഇൻട്രൊഡക്ഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് പോവുകയാണ്. പിന്നെ ഒരു ഫസ്റ്റ് ഹാഫ് എത്തുമ്പോഴത്തേക്കിനുള്ള ഇൻ്റർവെൽ പഞ്ച് അത് ചെറിയൊരു മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം ഫസ്റ്റ് ഹാഫ് എത്തുമ്പോഴത്തേക്കിനും കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് പ്രിവ്യസിലോട്ട് പോവുകയാണ്. പഴയ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ടെൻസ്ഡ് സിറ്റുവേഷനിൽ നിന്ന് മാറിയപ്പോഴത്തേനും അവിടെ എനിക്ക് എന്തോ പോലെ തോന്നി. അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ടെക്നിക്കൽ പരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ഫൈറ്റും എനിക്ക് അധികം ഫൈറ്റ്, ഗൺ ഷോട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളിൽ കുറേ ഫ്ലോസ് ഇങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഇപ്പോൾ 2025 അല്ലേ, അപ്പോൾ നമ്മളിപ്പോൾ 2000s മൂവി സീക്വൻസിലെ ആക്ഷൻസ് കണക്കാണ് ഫീൽ ചെയ്തത്. കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. എല്ലാം ഓൾറെഡി മുഴുവൻ സ്റ്റോറീസും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഇനി പുള്ളിക്കാരൻ്റെ ഫ്ലാഷ് ബാക്ക് ആണെങ്കിലും എങ്ങനെ എഫക്റ്റ് റെപ്രസെൻ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. സാധാരണ കഥ ഞാൻ സാധാരണ ഊഹിക്കാന്നുള്ളത് തന്നെ ഒരു പഴയ ഒരു കിടിലം പുള്ളിക്കാരൻ പ്രണയിക്കുന്നു, അതിനുശേഷം ഇതിൽ നിന്ന് മാറുന്നു. സ്ഥിരം ടെംപ്ലേറ്റ് തന്നെയാണ്. അപ്പോൾ പ്രസൻറ്റ് ചെയ്ത രീതിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. വെട്ടർമാരനെ പോലെ ഒരു ലോക്കൽ സെറ്റപ്പിലുള്ള സിനിമയാണ് ഇതും. പുള്ളിക്കാരൻ എടുക്കുന്ന കണക്കുള്ള ലോക്കൽസിൻ്റെ ഇടയിലുള്ള ഒരു സിനിമ കണക്കാണ് എടുത്തിരിക്കുന്നത്. അത് കറക്റ്റാണ്, കൊള്ളാം, കാണാനൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. പിന്നെ റൊമാൻസും അത്യാവശ്യം ഓക്കെയാണ്. പെൺകുട്ടിയായിട്ടുള്ള റൊമാൻസ്, പുള്ളിക്കാരുടെ പേര് എനിക്കറിയത്തില്ല, അത് നല്ല രസമുണ്ടായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്ലോസ് ഉണ്ട്, അത് മാത്രമാണ് പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ ആവറേജ് അനുഭവം മാത്രമാണ് എനിക്ക് ഈ സിനിമയോട് തോന്നിയിട്ടുള്ളത്. ഈ സിനിമയും എംപുരാനും ആയിരുന്നു ക്ലാഷ് വെച്ചത്. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് എംപുരാൻ കുറച്ചുകൂടെ നന്നായിട്ട് ഫീൽ ചെയ്തു ഈ സിനിമയെക്കാട്ടി. ഇതിൽ ഒരുപാട് ഫ്ലോസ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. അതേപോലെ തന്നെ എൻഡിങ്ങിൽ ഹീറോ ഇങ്ങനെ എണീച്ച് തിരിച്ചടിക്കുന്ന ആ ഫീലൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു സംഭവം ഇതിലില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് മിസ്സിങ് ആണ്. പിന്നെ അങ്ങനത്തെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ മാത്രമേ ഈ സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ സ്റ്റോറി കൊള്ളാം, അത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത രീതി, പ്രസൻറ്റ് ചെയ്ത ഇത് കുറച്ച് പ്രശ്നമായിരുന്നു. പുള്ളിക്കാരൻ വിക്രം നന്നായിട്ട് തന്നെ അഭിനയിച്ചു. അതേപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂടുണ്ട്, പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചു. പെട്ടെന്ന് മലയാളത്തിൽ നിന്ന് തമിഴിലോട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഉള്ള ഒരു പ്രശ്നം എനിക്കും ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ഓവറോൾ സിനിമ പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചു, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു, എല്ലാം ഓക്കെയാണ്. പിന്നെ നമുക്ക് അതുകൊണ്ട് തന്നെ എസ്.ജെ. സൂര്യ, അത് നമുക്ക് അറിയാമല്ലോ, പുള്ളിക്കാരൻ നല്ലൊരു ആക്ടറാണ്. പുള്ളിക്കാരൻ്റെ ആക്ഷൻ അത് സ്റ്റണ്ട് ആ പാർട്ടിലോട്ട് എത്തിയപ്പോൾ എനിക്കും എന്തോ പോലെ. അതേപോലെ തന്നെ ഷൂട്ടിംഗ് സീൻസ്, അങ്ങനത്തെ കുറേ സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഷൂട്ടിങ്സ് ഒരുമാതിരി നമ്മുടെ ചതിക്കാത്ത ചന്തുവിൽ ഇന്ദ്രൻസ് വെടിവെച്ച് കളിക്കുമല്ലേ, അതേപോലെയൊക്കെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ
അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളെ ഈ സിനിമയിൽ ഫീൽ ചെയ്തിട്ടുള്ളൂ. മാക്സിമം ഇത് മാത്രമാണ് ടെക്നിക്കൽ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാലും സിനിമ കണ്ടുകൊണ്ടിരിക്കാവുന്നതാണ്. ഞാൻ എല്ലാവർക്കും കാണാനായിട്ട് റെക്കമെൻഡ് ചെയ്തില്ല. സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ട് ആസ്വദിക്കുക ഇഷ്ടമുള്ളവർക്ക് എന്തായാലും തിരിച്ച് പോകാമെന്നുള്ളതാണ്. അങ്ങനെ ബോറടിക്കുന്ന വലിയ പരിപാടി ഇല്ലെങ്കിലും അങ്ങനത്തെ വലിയ ക്രിഞ്ച് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് കാണുമ്പോൾ കണ്ട് ആസ്വദിച്ച് വരാം. കുറേ ഫ്ലോസ് ഉണ്ട്, അത് നമ്മൾ അംഗീകരിക്കുന്നെങ്കിൽ അംഗീകരിക്കാം, ഇല്ലെങ്കിൽ ഓക്കെ ഫൈൻ, കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങാം. സോ അങ്ങനത്തെ ഒരു മൂവിയാണിത്. ഞാൻ ഡെഫിനറ്റായിട്ട് വാച്ച് ഫോർത്താണെന്ന് പറയത്തില്ല. ഇനി പാർട്ട് 1 എങ്ങനെ ഇറക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റിവ്യൂ.